നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യൻ്റെ ചോദനകളും അവനിലെ ആത്മീയമായ അഭിവാഞ്ചകളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം ആ ശ്ലോകമൊന്ന് കാണാം. ശ്ലോകം: ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപി ന സക്ത. വളരെ പ്രശസ്തമായിട്ടുള്ള ഭജഗോവിന്ദ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്ന ഒരു ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരുവൻ ബാല്യത്തിൽ കളികളിൽ മുഴുകി ജീവിക്കുന്നു. ഒരു മനുഷ്യൻ അയാളുടെ ബാല്യത്തിൽ എപ്പോഴും ക്രീഡാസക്തനാണ്, കളിക്കാനുള്ള ആകാംക്ഷയിലാണ്, കളിക്കാനുള്ള ആസക്തിയാണ് അദ്ദേഹത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മളുടെയൊക്കെ പിൽക്കാലം തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. യൗവനത്തിൽ യുവതികളിൽ ആസക്തനായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ പുരുഷനെയാണ് അഭിസംബോധന ചെയ്തതുകൊണ്ട് യൗവനത്തിൽ യുവതികളിൽ ആസക്തനായിരിക്കുന്നു എന്ന് പറയുന്നു. സാമാന്യ നിയമമാണത്, ലംഘിക്കാനാവാത്ത സാമാന്യ നിയമമാണത്. പിന്നെയോ മൂന്നാമത്തെ അവസ്ഥ, ജീവിതത്തിലെ മൂന്നാമത്തെ അവസ്ഥയായ വാർദ്ധക്യത്തിൽ വൃദ്ധസ്ഥാവത് ചിന്താമഗ്ന. വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ ചിന്താമഗ്നനായി തീരുന്നു. അതായത് ചിന്തകളുടെ ലോകത്തായിരിക്കും പിന്നീട് ഏറിയ കൂറും അദ്ദേഹം ഉണ്ടായിരിക്കുക. അപ്പം ഇങ്ങനെ മൂന്ന് അവസ്ഥകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് ആചാര്യസ്വാമികൾ പറയുന്ന ഒരു പ്രസക്തമായ കാര്യമുണ്ട്: പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. പരമമായ ബ്രഹ്മവിചാരത്തിൽ ആരും തന്നെ സക്തരായി കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു പരിദേവനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഋഷിമാരുടെ ഒരു വിലാപം കൂടിയാണത്. എന്തുകൊണ്ട് നിങ്ങൾ പരമാർത്ഥ വിചാരത്തിൽ മുഴുകുന്നില്ല? നിങ്ങളുടെ ജീവിതം വളരെ ഹ്രസ്വമായ 25,000 മുതൽ 30,000 വരെയാണ്, 30,000 ദിവസങ്ങൾ വരെയാണ് ഒരു മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാടൊന്നുമില്ല. അങ്ങനെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമുള്ള മനുഷ്യ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പൂമ്പാറ്റയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 2 ദിവസമൊക്കെയാണ്. തുമ്പിയുടെ ആയുസ് ഒരാഴ്ചയാണ്, അല്ലെങ്കിൽ 2 ആഴ്ചയാണ്. വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ. നമുക്കത് ഹ്രസ്വമായി തോന്നും. മനുഷ്യൻ്റെ ആയുസും വലിയ വ്യത്യാസമൊന്നുമില്ല. തുമ്പിക്ക് 14 ദിവസമാണെങ്കിൽ നമുക്കൊരു 25,000 ദിവസമേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഹ്രസ്വമാണ് ജീവിതം, ക്ഷണികമാണ് ജീവിതം എന്നൊക്കെ അറിയാമെങ്കിലും നമ്മൾ ചോദനകളുടെ പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് ഉള്ള ആശങ്ക, ആശങ്ക, ഋഷിമാരുടെ ആശങ്കയാണത്. അതാണ് ആചാര്യസ്വാമികൾ നമുക്ക് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കിത് ഒന്ന് സാമാന്യമായിട്ട് പരിചയപ്പെടാനുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു കുട്ടിക്ക് തൻ്റെ വിനോദങ്ങളിൽ മുഴുകുക എന്നുള്ളത് ഒരു ചോയ്സ് അല്ല. അദ്ദേഹം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഫോഴ്സ്ഡ് ആണ്. വേറൊരു ചോയ്സ്, തിരഞ്ഞെടുപ്പ് ഒരു കുട്ടിയെ സംബന്ധിച്ച് സാധിക്കുകയില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് അടക്കിയിരുത്തുന്നത്, അല്ലേ? ഒരു കുട്ടിയെ അടക്കിയിരുത്തുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും ശരി, ഒരു കുട്ടിക്ക് ഏറ്റവും അയാളുടെ മനസ്സ് ചെന്നെത്തുന്നത് വിഹാരത്തിലാണ്, കളിയിലാണ്, ക്രീഡയിലാണ് ആസക്തനായിരിക്കുന്നത്. അതുപോലെ ഒരു യുവാവിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ദിവസം നമ്മുടെ തലച്ചോറിൽ 50,000 തൊട്ട് 60,000 വരെ ചിന്തകൾ പാസ് ചെയ്തു പോകുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങിയാൽ ഒരു 16 മണിക്കൂർ ഉണർന്നിരിക്കുമല്ലോ. ഈ 16 മണിക്കൂറിനുള്ളിൽ 60,000 വരെ ചിന്തകൾ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ ഏറെ എന്ന് പറഞ്ഞാൽ ഒരു 80-90% ആവർത്തനാത്മകമായ പ്രരൂപങ്ങളാണ്, അതായത് പാറ്റേൺസിലാണ് വരുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസിലാണ് ഈ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ചിന്തകൾ എന്താണ്? ഭൂരിഭാഗവും
എതിർ ലിംഗത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ്. ഇത് പൊതുവെ പുരുഷന്മാരെ ആണ് ഇത് സംബോധന ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തരുണീസക്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ആകർഷണത്തിനെ കുറിച്ച് ഉള്ള ചിന്തകളാണ് ഏറിയ കൂറും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ചോദനകളാണ് അല്ലേ? ഒരു കുട്ടി കളിക്കാൻ ആസക്തനായിരിക്കുന്നതും ഒരു യുവാവ് യുവതിയിൽ ആസക്തനാകുന്നതും അപരാധമായിട്ടല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ഇതൊരു ചോദനയാണ്, ജൈവ ചോദനയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിനെ അപലപിക്കുകയോ അതിനെ നിന്ദിക്കുകയോ ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. ജാഗ്രതാവാൻ മാത്രമാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ കളിച്ചു, നിങ്ങൾ യുവാവായിരുന്നപ്പോൾ തരുണീസക്തനായി ജീവിക്കുന്നു. ഈ യൗവനം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്നറിയാമോ? യൗവനം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് മനുഷ്യൻ്റെ യൗവനം എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് വരെ എങ്ങനെയായാലും പോകും. നമ്മൾ വിചാരിക്കരുത് 40 വയസ്സ് കഴിഞ്ഞാൽ യൗവനം വഴിമാറി, മധ്യവയസ്സിലേക്ക് വഴിമാറി എന്നൊക്കെ വിചാരിക്കരുത്. തൊട്ട് കഴിഞ്ഞ തലമുറയോ അതിന് മുമ്പത്തെ തലമുറയുടെയോ പ്രായമല്ല ഇപ്പോഴത്തെ തലമുറയുടേത്. ഒരു 70കൾക്ക് ശേഷം ജനിച്ചവർക്ക് യൗവനം കൂടുതലാണ്. അത് നമ്മുടെ ഇപ്പം തന്നെ 70 വയസ്സുകളിലൊക്കെ യുവാവായിരിക്കുന്ന സിനിമാ നടന്മാരില്ലേ, ധാരാളം പേരുണ്ട്. ഞാൻ ഒരാളെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ബോളിവുഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 70 വയസ്സുള്ള യുവാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യൗവനത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഈ തരുണീസക്തനായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ചെറിയ പിള്ളേരുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് വിചാരിക്കരുത്. 70 വയസ്സുള്ള ഒരു പുരുഷൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. യൗവനം എത്ര കാലമുണ്ടോ അത്രയും കാലം ആസക്തനായിരിക്കുക. പിന്നീടാണ് വാർദ്ധക്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. നമുക്ക് വാർദ്ധക്യത്തെ ഒന്ന് വേറെ തന്നെ പരിചയപ്പെടാം. നമുക്കിപ്പോൾ ഈ 2 യുവാക്കന്മാരുടെയും കുട്ടികളുടെയും കാര്യങ്ങളെ ഒന്ന് നോക്കാം. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ചോദനാത്മകമായിട്ടാണോ മനുഷ്യൻ ജീവിക്കുന്നത്, അതോ ചോദനകൾക്കപ്പുറത്ത് നമുക്ക് സ്വതന്ത്രമായ ഒരു ഇച്ഛാശക്തി ഉണ്ടോ, അതിന് പുറത്ത് നമുക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യം? ചോദന എന്ന് പറയുന്ന ഒരു വിഷ്യ സർക്കിളില്ലേ, ഒരു ആവർത്തനാത്മകമായ ഒരു വൃത്തമില്ലേ, ആ വൃത്തത്തിന് പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുമോ? ആ വൃത്തത്തിന് പുറത്തു പോയി നിന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമോ? പോയ നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ ഒരു പരീക്ഷണം നടന്നു. ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയുണ്ട്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ജീൻ ഹെൻറി ഫെയ്ബർ. ജീൻ ഹെൻറി ഫെയ്ബർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണമാണ് നടത്തിയതെങ്കിലും, അല്ലെങ്കിൽ ഇൻസെക്റ്റുകളെക്കുറിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയതെങ്കിലും, അതിൻ്റെ ഫലം മനുഷ്യൻ്റെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പഠിച്ചത് ഇൻസെക്റ്റുകളെക്കുറിച്ചാണെങ്കിലും മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായിട്ടായിരുന്നു അതിന് ബന്ധം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം ഇത്രയേ ഉള്ളായിരുന്നു. കാറ്റർപില്ലർ, അതായത് ശലഭമായി തീരുന്നതിന് മുമ്പുള്ള അതിൻ്റെ അവസ്ഥ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പുഴു. അപ്പോൾ ഒരു കാറ്റർപില്ലർ എടുത്തു. കാറ്റർപില്ലറുകൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കാറ്റർപില്ലറുകൾ ഫിറമോണുകൾ ഉപയോഗിച്ചാണ് അവ ചലിക്കുന്നത്. എന്താണ് ഫിറമോൺ? ഫിറമോൺ എന്ന് പറഞ്ഞാൽ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോണാണ്. തൊട്ടു മുമ്പിൽ പോകുന്ന തൻ്റെ വംശത്തിൽപ്പെട്ട ജീവിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഫിറമോണുകൾ അവർ ഉപയോഗിക്കുന്നത്. പല ഇൻസെക്റ്റുകളും അത് ഉപയോഗിക്കാറുണ്ട്. ഈ കാറ്റർപില്ലറും അത് ഉപയോഗിക്കുന്നു. അപ്പോൾ മുമ്പിൽ പോകുന്ന ആളുടെ അതേ പാതയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ പിന്തുടരാൻ പുറകിൽ വരുന്ന കാറ്റർപില്ലറിനെ സഹായിക്കുന്നത് ഈ ഫിറമോണുകളാണ്. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ഒരു വലിയ വാവട്ടമുള്ള ഒരു കുടം എടുത്തു, വലിയ വാവട്ടം. അതിനകത്ത് കുറച്ച് ഇൻസെക്റ്റുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വെച്ചു. അതിൻ്റെ കൃത്യം ഒത്ത നടുക്ക് ഇൻസെക്റ്റുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വെച്ചു. അതിനുശേഷം ഈ വൃത്തമുണ്ടല്ലോ, ഈ വാവട്ടം, ആ റിമ്മിൽ എന്നുവെച്ചാൽ അതിൻ്റെ ആ എഡ്ജിൽ കൊണ്ടുപോയി ആദ്യത്തെ കാറ്റർപില്ലറിനെ വെച്ചു. അതോടുകൂടി കാറ്റർപില്ലർ അതിൻ്റെ എഡ്ജിലൂടെ നടക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അടുത്ത കാറ്റർപില്ലറിനെയും അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ മുമ്പിൽ പോയ കാറ്റർപില്ലറിൻ്റെ ഫിറമോണുകളിലെ സ്പർശിച്ചുകൊണ്ട് തൊട്ടു പുറകെ വന്ന കാറ്റർപില്ലറും യാത്ര ആരംഭിച്ചു. ഇങ്ങനെ ഓരോരോ കാറ്റർപില്ലറെ ആയിട്ട് ഈ റിമ്മിൽ കൊണ്ട് വയ്ക്കാൻ തുടങ്ങി, കുടത്തിൻ്റെ റിമ്മിൽ കൊണ്ട് വയ്ക്കാൻ തുടങ്ങി. അധികം വൈകാതെ ഇതൊരു സർക്കിളായി രൂപാന്തരപ്പെട്ടു, ഇതൊരു വൃത്ത രൂപത്തിലായി. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പുറകിലുള്ള കാറ്റർപില്ലറും വന്ന് അത് പൂർണ്ണമായിട്ട് ഒരു വൃത്തമായി മാറി.
ഇപ്പം എന്താണ് പ്രത്യേകത? ഇപ്പം അതിനൊരു ലീഡർ ഉണ്ടോ? ഇല്ല. എല്ലാവരും തന്നെ ലീഡറായി, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഫോളോവേഴ്സായി. ഇവിടെ അപ്പോൾ ഒരു ലീഡറില്ല. കാര്യം അതൊരു വൃത്തമായി കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ലാണ്ടായി. എല്ലാവരും എല്ലാവരെയും ഫോളോ ചെയ്യുന്ന അവസ്ഥ. പക്ഷേ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? വൃത്തം. അപ്പോൾ ഈ ഹെൻറി ഫെയ്ബറിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളായിരുന്നു. ഇവർ ഈ ഫിറമോണുകളുടെ മണം പിടിച്ച് ഇങ്ങനെ വൃത്തത്തിൽ സഞ്ചരിക്കും. എത്ര നാൾ ഇവർ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യും? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. തൊട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഇൻസെക്റ്റുകൾക്കുള്ള രുചികരമായ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ എത്ര നേരം നടന്നതിന് ശേഷമാണ് ഈ സർക്കിൾ ബ്രേക്ക് ചെയ്ത് ഇവരുടെ പരമമായ ലക്ഷ്യമായിട്ടുള്ള ഈ ഭക്ഷണത്തിൽ അവർ എപ്പോൾ എത്തുമെന്നറിയാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ 2 മണിക്കൂറായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ അതിലേതെങ്കിലും ഒരു കാറ്റർപില്ലർ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്താ പറയുക അർത്ഥശൂന്യത മനസ്സിലാക്കുമെന്നും ആ വൃത്തത്തെ മുറിച്ചുകൊണ്ട് ആദ്യത്തെ കാറ്റർപില്ലർ ഭക്ഷണം തേടി പോകുമെന്നുമാണ് നമ്മുടെ ശാസ്ത്രജ്ഞനായ ഹെൻറി ഫെയ്ബർ കണക്ക് കൂട്ടിയത്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. കാറ്റർപില്ലറിന് യാതൊരു വ്യത്യാസവുമില്ല. അവർ വൃത്തത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. തൊട്ടു മുമ്പിൽ പോകുന്ന കാറ്റർപില്ലറിൻ്റെ ഫിറമോണിൻ്റെ അതേ ഗന്ധത്തിൽ തൊട്ടു പുറകിൽ വരുന്ന കാറ്റർപില്ലറുകളും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ വൃത്തം അനന്തമായി തുടരുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ കഴിഞ്ഞു. ഫെയ്ബർ ക്ഷീണിതനായി. ഇത് നോക്കി നിന്ന ശാസ്ത്രജ്ഞൻ ക്ഷീണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിട്ടും ഒരു കാറ്റർപില്ലർ പോലും അത് ബ്രേക്ക് ചെയ്യുന്നില്ല. ഇദ്ദേഹം സ്റ്റണ്ടായിപ്പോയി. കാര്യം ഇതിനിടയ്ക്ക് അവർക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ അവർ നിർത്തുന്നില്ല, അവർ വിശ്രമിക്കുന്നില്ല, അവർ ഭക്ഷണം തേടി പോകുന്നില്ല. പകരം അന്ധമായിട്ട് മുമ്പിൽ പോകുന്ന ആളെ പിന്തുടരുകയാണ്, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം കഴിഞ്ഞു, 4, 5, 6, 7-ാമത്തെ ദിവസം അതിലെ ഓരോ കാറ്റർപില്ലറുകളും മരിച്ചു വീഴാൻ തുടങ്ങി. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, എക്സോസ്റ്റ് ചെയ്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവർ ഒന്നൊന്നായി കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ചിലതൊക്കെ മരിച്ചു, ഭൂരിഭാഗവും മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇതായിരുന്നു ആ പരീക്ഷണത്തിൻ്റെ അന്ത്യം. എന്നാൽ പോലും അതിലൊരു കാറ്റർപില്ലർ പോലും തൊട്ട് ഏതാനും മീറ്റർ അകലെ ഇരിക്കുന്ന, ഏതാനും ഇഞ്ച് മാത്രം അകലെയുള്ള ഭക്ഷണമോ വെള്ളമോ കണ്ടെത്തിയില്ല. പകരം ഈ മുമ്പിൽ പോകുന്ന ആളെ പിന്തുടർന്ന് അവരുടെ ജീവിതയാത്ര തന്നെ അവസാനിച്ചു. ഈ കണ്ടുപിടുത്തം ഏറ്റവും അധികം പ്രയോഗിക്കപ്പെട്ടത് മനുഷ്യരിലായിരുന്നു. മനുഷ്യരുടെ ബിഹേവിയർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം ഈ പഠനത്തെ അവർ ഉപയോഗിച്ചത്. അവരെന്താണ് അതിൽ നിന്ന് കണ്ടെത്തിയത്? മനുഷ്യർ ഇതേപോലെയാണ്. ഇപ്പം നമുക്ക് കാറ്റർപില്ലറിനെ വെച്ച് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ സാധിക്കുന്നത് അതൊരു ചെറിയ ഫ്രെയിം ആയതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ആ കാറ്റർപില്ലറിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക. ഈ ഭൂമിയെയും ഈ ജീവിതത്തെയും ഒരു വലിയ വാവട്ടമുള്ള ഒരു വൃത്തമായി സങ്കല്പിക്കുക. എന്നിട്ട് ഈ വൃത്തത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരായ നമ്മളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അന്ധമായി നമ്മുടെ ഫിറമോണുകളെ പിന്തുടരുകയാണ്. എന്താണ് ഫിറമോണുകൾ എന്ന് പറഞ്ഞാൽ ശരീരസ്രവങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഹോർമോണുകളുടെ ആ ഒരു വലിവിനെ പിന്തുടർന്നുകൊണ്ട് അന്ധമായി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കുട്ടിക്കാലത്ത് കളിക്കാനുണ്ടാകുന്നത് അത് ആ ഫിറമോണുകളാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ ഫിറമോണുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. യൗവനത്തിൽ തരുണീസക്തനാകുന്നതും മറിച്ചൊന്നുമല്ല. പണത്തിലും അധികാരത്തിലും മോഹമുണ്ടാകുന്നതും നമ്മുടെ തലച്ചോറിലെ ഡോപ്പമൈനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശരീരസ്രവങ്ങളെ പിന്തുടർന്ന് നമ്മുടെ ഫിറമോണുകളെ പിന്തുടർന്ന് നമ്മളെ നോക്കി നിൽക്കുന്ന നമ്മളെക്കാൾ കൂടിയ ഒരു ഇൻ്റലിജൻസ് ഉള്ള ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന് ഇത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടും. ഒരാൾ പോലും ബ്രേക്ക് ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യരും ഈ ഫിറമോണുകളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചുരുങ്ങിയ ജീവിതത്തെ അവർ ഈ വട്ടത്തിൽ കറങ്ങി തീരുകയാണ്. എന്നാലോചിച്ച് നോക്ക്, നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് നോക്കാം. ഒന്ന്, അവർ പറഞ്ഞത് ഈ ഫോളോയിങ് എന്ന് പറയുന്നത് പിന്തുടരാനുള്ള മനുഷ്യൻ്റെ
ഒരു വാസന എന്ന് പറയുന്നത് അപകടകരമാണ്. പിന്തുടരാനുള്ള വാസന ഒരിക്കലും തന്നെ നമ്മളുടെ ഈ ഫോളോവേഴ്സാണ് എല്ലാ ആശയങ്ങളെയും നശിപ്പിക്കുന്നത് എന്നൊരു നിരീക്ഷണമുണ്ട്. ലോകത്തുള്ള എല്ലാ മതങ്ങളെയും, എല്ലാ സത്യദർശനങ്ങളെയും, എല്ലാ ആശയങ്ങളെയും ആത്യന്തികമായി നശിപ്പിക്കുന്നത് ഫോളോവേഴ്സാണ്. അപ്പോൾ ഫോളോയിങ് ഈസ് ഈസി ബട്ട് ഡിസ്ട്രക്റ്റീവ് എന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഒബ്സർവേഷൻ വന്നത്. ഇത് വളരെ വിനാശകരമാണ്, ഈ ഫോളോ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് വന്നത്, നിങ്ങൾ തിരക്ക് പിടിച്ച് ജീവിക്കുന്നു എന്നുള്ളത് എന്തല്ല, ബിസിനസ് ഈസ് നോട്ട് പ്രോഗ്രസ്. അതിൽ നിന്ന് വരുന്ന ജീവിത ദർശനങ്ങളാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ തിരക്ക് പിടിച്ചൊരു ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. പലരും ഈ ജീവിത വിജയത്തിൻ്റെ ഒരു മെഷറിങ് ഗേജായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പലരും ജീവിത വിജയത്തിൻ്റെ ഒരു മെഷറിങ് ഗേജായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ജീവിതം തിരക്ക് പിടിച്ചതാണ് എന്നുള്ളതാണ് അവർ തങ്ങളുടെ വിജയത്തിൻ്റെ ഒരു മാപിനിയായിട്ട് ഉപയോഗിക്കുന്നത്. തിരക്ക് പിടിച്ച ജീവിതം, എനിക്ക് സമയമേ കിട്ടുന്നില്ല, ഞാൻ രാവിലെ ഉണർന്ന് എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത് ജീവിത വിജയത്തിൻ്റെ ഒരു അളവ് പോലായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ബീയിങ് ബിസി ആൻഡ് എന്താ പറയുക, ബീയിങ് ഇൻ എ പ്രോഗ്രസീവ് പാത്ത് എന്ന് പറയുന്നത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും തിരക്ക് പിടിച്ച ജീവിതം എപ്പോഴും ഒരു പുരോഗമനമായിരിക്കണം എന്നില്ല. മൂന്നാമതായിട്ട് അവർ കണ്ടെത്തിയത് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, അതായത് ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റിനെ പിന്തുടരാതെ, ആൾക്കൂട്ടത്തെയും ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷത്തെയും പിന്തുടരാതെ, നമ്മുടെ ഉള്ളിലെ ചോദനകളെ പിന്തുടരാതെ, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, വൈയക്തികമായ അവബോധത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പിന്നീട് ഇതിനെ തുടർന്ന് ഇതിനെ പിൻപറ്റി ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ചെന്ന് മുട്ടുന്നത് എവിടെയാണ്? ആധ്യാത്മികതയിലാണ്, സ്പിരിച്വാലിറ്റിയുടെ രസങ്ങളിലാണ് അത് പോയി തൊടുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഒരു രസമാണിത്. എന്ത്? വൈയക്തികമായ അവബോധം. സ്പിരിച്വാലിറ്റിയുടെ പരിപ്രേക്ഷ്യത്തിൽ വൃക്ഷങ്ങളാണ്. വൃക്ഷങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു എക്കോ സിസ്റ്റമാണ് വനം. വനം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്, പക്ഷേ യഥാർത്ഥത്തിലുള്ളത് വൃക്ഷങ്ങളാണ്. അതുപോലെ യഥാർത്ഥത്തിലുള്ളത് ഒരൊറ്റ മനുഷ്യനാണ്. ആ ഒറ്റ മനുഷ്യന്മാർ ചേർന്നാണ് മനുഷ്യരാശിയും ജീവിതവും ഭൂമിയും എക്കോസിസ്റ്റവും ആവാസ വ്യവസ്ഥയും നാഗരികതയും സംസ്കാരവും ഒക്കെ ആയിത്തീരുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വൈയക്തികമായ അവബോധമാണ്. ചിന്മയാനന്ദ സ്വാമി പറയും, ഇഫ് യു ഓൾവേസ് ഡു വാട്ട് യു ഓൾവേസ് ഡിഡ്, യു വിൽ ഓൾവേസ് ഗെറ്റ് വാട്ട് യു ഓൾവേസ് ഗോട്ട്. ഇത് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു എപ്പോഴും പറയാറുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭിച്ചത് തന്നെ ഇപ്പോഴും ലഭിക്കുകയുള്ളൂ. അദ്ദേഹം വാക്കുകൾ വെച്ചിട്ടുള്ളൊരു കളിയാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുന്നതും ലഭിക്കുന്നതും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറയും. അപ്പം പുതിയൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സർക്കിളിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അപ്പം ഇതാണ് ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ജൈവ ചോദനകളും അവബോധവും വൈയക്തിക അവബോധത്തെയും തമ്മിൽ ആചാര്യസ്വാമികൾ ഒരു ചർച്ചയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മേഖല ഇതാണ്. നമ്മുടെ ഉള്ളിലെ ഹോർമോണുകളെയും ഫെറമോണുകളെയും പിന്തുടർന്ന് അതായത് നമ്മുടെ ജൈവ ചോദനകളെ പിന്തുടർന്ന് നമ്മുടെ വിലപിടിച്ച സമയവും ജീവിതവും ആവർത്തനാത്മകമായി അവസാനിക്കുന്നു. അതിനൊരു മാറ്റം വരുന്നില്ല. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ശ്ലോകത്തെ മനനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആശയമാണ്. അത് മറ്റൊന്നുമല്ല, ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 37-38 ശ്ലോകങ്ങൾ അത് എടുത്തു വെച്ചൊന്ന് പരിശോധിക്കുക. അത് പറയുന്നത് തുടക്കത്തിൽ വിഷം പോലെയും തുടർന്ന് അമൃത് പോലെയുമാണ് സാത്വികമായ ആനന്ദം നമ്മളിലേക്ക് വരുന്നത്. തുടക്കത്തിൽ അത് വിഷം പോലെയായിരിക്കും, ഒടുവിൽ അത് അമൃത് പോലെയായിരിക്കും. ഇനി രാജസികമായ ആനന്ദം എന്താണ്? രാജസികമായ ആനന്ദം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അമൃത് പോലെ ഇരിക്കും, പക്ഷേ പിന്നീടത് വിഷം പോലെയായിരിക്കും, നമ്മളെ തകർത്ത് കളയും. ഇങ്ങനെയൊരു ആശയം ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്.
ഇത് ഈ ചോദനാത്മകമായ ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഭഗവത്ഗീത അവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇത് ലോകത്തെല്ലായിടത്തെയും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ ഒരു പ്രശ്നത്തെ അവർ സംബോധന ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിപ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഗ്രീക്ക് സൈദ്ധാന്തികരുടെ ഒരു ദർശനമുണ്ട്. ഇങ്ങനെയാണ് അത് പറയുന്നത്: ഫെസിലിസ് ഡിസെൻസസ് അവർണോ. ഇത് പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രീക്ക് വചനമാണ്. ഫെസിലിസ് ഡിസെൻസസ് അവർണോ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള വാതിൽ വളരെ വിശാലവുമാണ്, അവിടേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ്. ഇതാണ് ഫെസിലിസ് ഡിസെൻസസ് അവർണോ എന്ന് പറയുന്നത്. അവർണോ എന്ന് പറയുന്ന അധോലോകത്തേക്കുള്ള യാത്ര വളരെ, അവിടേക്കുള്ള വീഴ്ച, ഡിസെൻസസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, അതാണ് പറയുന്നത്. ഈ ഒരു ആശയത്തെ തുടർന്ന് ഒരുപാട് ഈ ഒരു ചോദനാത്മകമായ ജീവിതവും ഈ ഒരു സംഗതിയും തമ്മിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: നരകത്തിലേക്കുള്ള പതനം അത് വൈഡ് ആൻഡ് ഈസിയാണ്. പക്ഷെ നേരെ തിരിച്ച് കയറുക എന്നുള്ളതാണ് പ്രയാസം. ഇതേ ആശയമാണ് ഇവിടെ പറയുന്നത്. കുട്ടിക്ക് കളിക്കുക എന്നുള്ളതും തരുണന് തരുണീസക്തനാവുക എന്നുള്ളതും എളുപ്പമാണ്. അതേസമയം ഇവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ യുവാവായിരിക്കുന്ന ഒരാൾക്ക് പരമാർത്ഥ വിചാരം ചെയ്യാൻ, തിരിച്ചു നടക്കാൻ ബോധപൂർവമായ കഠിനമായ പ്രയത്നം ആവശ്യമാണ്. പതിക്കാൻ എളുപ്പമാണ്, തിരിച്ചു വരിക എന്ന് പറയുന്നത് കഠിനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തൽക്ഷണ സംതൃപ്തിയെ നൽകുന്നു. ഇപ്പം ചോദനാത്മകമായ ജീവിതം ആ നിമിഷം തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ആ തൽക്ഷണം തന്നെ സുഖം നൽകുന്നു. ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ അത് നമുക്ക് ലഹരിയും, അങ്ങനെ ഒരു എൻസ്ലൈവ്മെൻറ്റ് അവിടെ നടക്കുന്നു. നമ്മൾ അതിന് അടിമയായി പോകുന്നു. ആ ചിന്തകൾക്ക് ആവർത്തിച്ച് അത് ചിന്തിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നു. തൽക്ഷണമായിട്ടുള്ള ഒരു സംതൃപ്തി അവിടെ ലഭിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അത് മനഃശാസ്ത്രപരമായിട്ട് ഒരു പ്രവേഗത്തെ നമുക്ക് തരുന്നു. നമുക്ക് അതായത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉപമയുണ്ട്. രാമകൃഷ്ണദേവൻ ഒരിക്കൽ കുതിരവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചു പോകവേ ഈ കുതിര വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചു പോയി. അപ്പോൾ രാമകൃഷ്ണദേവൻ വിചാരിച്ചത് താൻ നിരപ്പാർന്ന ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്യുവാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ കുതിര ഇങ്ങനെ വട്ടം കറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം വിചാരിച്ചു നിരപ്പാർന്ന ഒരു പ്രദേശത്തൂടെ സഞ്ചരിക്കുകയാണെന്ന്. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം താൻ നിൽക്കുന്നത് ഒരുപാട് താഴ്ചയിലാണെന്ന് ഈ കുതിരവണ്ടി പോയി നിന്നപ്പോഴാണ് രാമകൃഷ്ണദേവൻ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം അത് പിന്നീട് പറഞ്ഞു, മനസ്സും ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നതും ഇങ്ങനെയാണ്. കുറേശ്ശെ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നമ്മൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഒടുവിൽ ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ പതിച്ചുപോയി എന്ന്. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പതനം? ഇത് മറ്റൊന്നുമല്ല, അർത്ഥകാമങ്ങളാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, കാമിനി കാഞ്ചന ത്യാഗം എന്നൊരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. അർത്ഥവും കാമവും, പണത്തിന് വേണ്ടിയിട്ടും ശരീരസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള നമ്മുടെ യാത്ര നമ്മൾ പോലും അറിയാതെ നമ്മളെ ഏറ്റവും വലിയൊരു താഴ്ചയിൽ കൊണ്ടുവന്നാക്കും. അതുകൊണ്ടാണ് അർത്ഥത്തിനും കാമത്തിനും ആദ്യവും അവസാനവും ധർമ്മവും മോക്ഷവും വെച്ചത്. നമ്മുടെ പുരുഷാർത്ഥങ്ങൾ, നമുക്ക് പുരുഷാർത്ഥങ്ങൾ രണ്ടല്ല, നമുക്ക് 4 പുരുഷാർത്ഥങ്ങളുണ്ട്. അതിൽ ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്, കാമമുണ്ട്, മോക്ഷമുണ്ട്. ഈ പറയുന്നതെല്ലാം ഉണ്ട്, ഒന്നിനെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ധാർമ്മികമായ അർത്ഥവും കാമവും തുടർന്ന് മോക്ഷവും എന്ന് പറയുന്ന സമഗ്രമായ സമ്പൂർണമായ ഒരു ജീവിത ദർശനം നമുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇത് ഉടനടി നമുക്ക് എന്ത് തരില്ല. ഈ ചോദനാത്മകമായ ജീവിതം നമുക്ക് ഉടനടി അതിൻ്റെ അനന്തരഫലം കൊണ്ടുവരില്ല. ഇപ്പോൾ 1 ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം അതിലൂടെ സഞ്ചരിക്കും. ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വലുത്. അത് വരുമ്പോഴാണ് അത് പലർക്കും പലതായിരിക്കും. ചിലർക്ക് ധനനഷ്ടമായിരിക്കാം, ചിലർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറിയ കൂറും നഷ്ടമാകും, ചിലർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഓജസ് തന്നെ നഷ്ടപ്പെട്ടു പോകും, ചിലർക്ക് ഇതെല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോകാം, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഏകാഗ്രതയും നഷ്ടപ്പെട്ടു പോകാം. നമുക്ക് ഏകാഗ്രമായിരുന്നാൽ ലഭിക്കാമായിരുന്ന ഒരു നല്ല ജീവിതമുണ്ടാകും, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ പലതാണ്. അർത്ഥകാമങ്ങളിലേക്ക് പതിച്ചു പോയാൽ അധികം വൈകാതെ നമ്മൾ
ദരിദ്രരായിത്തീരുന്നു. ധർമ്മവും മോക്ഷവുമാണ് അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ, ധാർമ്മികമായൊരു ജീവിതവും മോക്ഷചിന്തയും പരമാർത്ഥ ചിന്തയും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ അധികം വൈകാതെ നമ്മൾ ദരിദ്രരും ശൂന്യരുമായി പതിച്ചേക്കാം. ബൈബിളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്നത് നരകത്തിലേക്കുള്ള വഴി വിശാലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിനകത്ത് നിങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കൂ. ഇത് അവരുടെ ഗുരുനാഥന്മാരെ ഉപദേശിക്കുന്ന ഒരു ഉപദേശവാക്യമാണ്. ശിഷ്യന്മാർക്ക് കൊടുക്കുന്നൊരു ഉപദേശം എന്താണ്? ഇടുങ്ങിയ വാതിലിലൂടെ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കൂ. വിശാലമായ വാതിലിലൂടെ പോയാൽ നിങ്ങൾ നരകത്തിലായിരിക്കും എത്തുന്നത്. ബൈബിളിൽ പലതും ഇങ്ങനെ ഹിഡൻ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. ഇതാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. വലിയ വിശാലമായ വാതിൽ എന്ന് പറഞ്ഞാൽ പതിക്കാൻ എളുപ്പമുള്ള, എന്താ പറയുക, ലീസ്റ്റ് എഫേർട്ട്, നമുക്ക് യാതൊരു എഫേർട്ടും ഇടണ്ടാത്ത വഴിയാണ് നരകത്തിലേക്കുള്ളത്. സ്വർഗത്തിലേക്കുള്ളത് ഇടുങ്ങിയ വാതിലാണ്, കയറ്റമാണത്. ഇടുങ്ങിയതുമാണ്, കയറ്റവുമാണ്. നമ്മൾ നല്ല ബോധപൂർവം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് അവിടുത്തെ ഗുരുനാഥൻ പറഞ്ഞത്, നിങ്ങൾ വിശാലമായ വഴിയിലൂടെ പ്രവേശിക്കരുത്, എല്ലാവരും നടന്നു പോകുന്ന വഴിയെ നിങ്ങൾ നടക്കരുത്, അതിനെ വെടിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. സ്വർഗരാജ്യം അവിടെയാണുള്ളത്. ഇങ്ങനെ പറഞ്ഞു തരാൻ ഗുരുക്കന്മാർക്ക്, ആദിശങ്കരനെ പോലെയുള്ള ഗുരുക്കന്മാർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കൂ. ഇനി നമുക്ക് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ എടുത്താൽ എന്താണ്? വൃദ്ധന്മാർ ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പിലും പെടുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? അവരുടെ ജീവിതം മുഴുവൻ അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോയി കഴിഞ്ഞു. അവരുടെ കാൽച്ചുവട്ടിലുള്ള മണ്ണ് മുഴുവൻ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടമായി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? അവർ ചിന്താസക്തരാണ്. എന്താണ് അവരുടെ ചിന്ത? അവരുടെ ചിന്ത മറ്റൊന്നുമല്ല, അവർക്ക് വർത്തമാനകാലത്തോട് സമരസപ്പെടാൻ സാധിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. വർത്തമാനകാലവുമായിട്ട് അവർക്ക് സന്ധി ചെയ്യാൻ സാധിക്കുന്നില്ല. പകരം ഇവർ ഭൂതകാലത്തിലേക്ക് പോകും. ഭാവി അവർക്കില്ലല്ലോ. ഭാവിയെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് പദ്ധതിയൊന്നുമില്ല. വർത്തമാനകാലമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. വർത്തമാനകാലമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഉണ്ടായിരുന്ന അധികാരം നഷ്ടമായി, അവർക്കുണ്ടായിരുന്ന പദവികളും അംഗീകാരങ്ങളും നഷ്ടമായി, അതുപോലെ അവർക്കുണ്ടായിരുന്ന ആരോഗ്യം നഷ്ടമായി. ഇതൊക്കെ കൊണ്ട് ഇവർക്ക് വർത്തമാനകാലത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി മനസ്സ് സൃഷ്ടിക്കുന്നതാണ് എന്ത്? ഭൂതകാല ചിന്തനം. ഇപ്പോൾ ഔട്ട്സൈഡർ എന്ന് പുസ്തകം എഴുതിയ ഒരാളുണ്ടല്ലോ, ആൽബർട്ട് ക്യാമു. ഔട്ട്സൈഡർ എന്നൊരു പുസ്തകം എഴുതി. അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന കുറേ വർഷങ്ങളുണ്ട്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന വർഷം അവിടെ കഠിന തടവാണ്. ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകില്ല, ഏകാന്തമായ കഠിന തടവാണ്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം, അതിലെ പ്രോട്ടഗോണിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു 20-25 വർഷം നിങ്ങൾ പുറം ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏകാന്ത തടവും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ കഴിഞ്ഞു പോയ 25 വർഷം നടന്നതിനെ വെറുതെ ഓർത്തെടുത്ത് അയവിറക്കി ഇരുന്നാൽ മതിയോ? ഇതാ പുസ്തകത്തിലുള്ളതാണ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. ബാക്കിയൊക്കെ മറന്നുപോയെങ്കിലും ഈ ഒരു ഒബ്സർവേഷൻ പ്രത്യേകം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. നിങ്ങളൊരു 20-25 വർഷം ജീവിച്ച ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങളെ എത്ര നാൾ ജയിലിലിട്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഏകാന്ത തടവിലിട്ടാലും കുഴപ്പമില്ല. ഒരിടത്തിരിക്കുക, കഴിഞ്ഞു പോയ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പുള്ളി വളരെ സീരിയസ് ആയിട്ട് എഴുതിയതാണ് കേട്ടോ, ആൽബർട്ട് ക്യാമു. അവിടുത്തെ എക്സിസ്റ്റൻഷ്യലിസ്റ്റാണ് പുള്ളി, അസ്തിത്വവാദിയാണ്. അപ്പം ഇതാണ് ചിന്താസക്തരാകുന്ന വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രശ്നം. അവർ അങ്ങനെ വളരെ കുറച്ച് പേരാണ് സ്വധർമ്മം ചെയ്ത് ആനന്ദത്തിൽ ഇരിക്കുന്ന, കുറച്ച് വാർദ്ധക്യത്തിലെത്തിയവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വളരെ കുറച്ച് പേര്, ജെം ഓഫ് എ പേഴ്സൺസ് ആയിട്ടുള്ള കുറച്ച് പേര്, അവരവരുടെ സ്വധർമ്മം ചെയ്ത് പൂർണ്ണമായും വർത്തമാനകാലത്തിൽ മുഴുകി നല്ല പ്രജ്ഞയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിച്ചത്? സ്വധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. സ്വധർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സർക്കിൾ ബ്രേക്ക് ചെയ്യാൻ. ഈ സർക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു രഹസ്യമാണത്. എന്ത്? സ്വധർമ്മം ചെയ്യുക. സ്വധർമ്മം ചെയ്താൽ നമ്മൾ ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തെ പിൻപറ്റില്ല. കാര്യം എന്താണ്? ആൾക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് സ്വധർമ്മം കിട്ടില്ല, എൻ്റെ ധർമ്മം കിട്ടില്ല. എന്നിലേക്ക് നോക്കിയാൽ മാത്രമാണ് എനിക്ക് എൻ്റെ കഴിവുകൾ ഏതാണെന്ന് മനസ്സിലാകൂ.
എൻ്റെ കഴിവുകളെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതുമായ കാര്യമാണ് എൻ്റെ സ്വധർമ്മം. എൻ്റെ പാഷനുമായിരിക്കണം, ലോകത്തിനൊരു മിഷനുമായിരിക്കണം. അങ്ങനെ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് സ്വധർമ്മമാകുന്നത്. അങ്ങനെ ഒന്നിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരിക്കലും ഫിറമോണുകളുടെ പിറകെ പോകില്ല. കാര്യം അദ്ദേഹത്തിനൊരു ഊന്നുവടി കിട്ടിക്കഴിഞ്ഞു, അദ്ദേഹത്തിന് ഒരു നങ്കൂരമിടാൻ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരെ അനുകരിച്ച് യാത്ര ചെയ്യേണ്ടതില്ല. അവനവൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അനുകരണമൊക്കെ. ഈ ആൾക്കൂട്ടങ്ങളെ പിൻപറ്റൽ അവിടെ കൊണ്ട് തീരും. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥിതിയിലേക്ക് വരും. അപ്പം ഇതാണ് ഈ വാർദ്ധക്യത്തെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. വാർദ്ധക്യത്തിലെ ഈ ചിന്തയുണ്ടല്ലോ, ഈ തിരിഞ്ഞു നോക്കിയിട്ടുള്ള കാര്യം, അവർക്കും ഭാവി കാലമില്ല, വലിയ ഒരു ഭൂതകാലം പിന്നിൽ കിടക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. ചിന്ത ചിതയ്ക്ക് സമാനമാണ്. ഈ ചിന്തയെ എന്താക്കി മാറ്റണം? ചിന്തയെ ചിന്തനമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ പരമാർത്ഥ ചിന്തനം, അല്ലേ, പരമേ ബ്രഹ്മണി കോപിനസക്തഃ എന്നാണല്ലോ ആചാര്യസ്വാമികൾ പരിദേവനം ചെയ്തത്. അപ്പോൾ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചിട്ടുള്ള ഈ ചിന്തകളെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തനമാക്കി മാറ്റണം. വാർദ്ധക്യത്തിലെത്തുമ്പോഴായാലും ഏതവസ്ഥയിലും അതാണ് അഭികാമ്യം, വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ചും. കാര്യം സമയം, ടൈം ഈസ് ടിക്കിങ് അവേ. വാർദ്ധക്യത്തിന് അങ്ങനൊരു പോസിറ്റീവ് സൈഡുണ്ട്. കാര്യം എന്താണ്? ഇപ്പം സലീം കുമാർ ഉപയോഗിച്ച ഒരു മെറ്റഫറുണ്ട്. സലീം കുമാർ പറയുന്നത് വെയിൽ ചാഞ്ഞു തുടങ്ങി. അദ്ദേഹം തൻ്റെ 55ാമത്തെ പിറന്നാളിന് മറ്റോ എഴുതിയ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്, വെയിൽ ചാഞ്ഞു തുടങ്ങി. വെയിൽ സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞു തുടങ്ങി. അവസാനിക്കാറാവുന്നു. എനിക്ക് മരണത്തെ മുന്നിൽ കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൻ്റെ പരിസമാപ്തി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ അവസാന കാലത്ത് മരണത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു യശശരീരനായ ശ്രീ സലീം കുമാർ. അപ്പം വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഒരു അധികമായ ഒരു ഗുണം എന്താണ്? നമുക്ക് ടൈം കുറവാണെന്നുള്ളത് പിന്നീട് ഒരു തിയറി അല്ല. ടൈം കുറവാണെന്നുള്ളത് പിന്നീടൊരു റിയാലിറ്റിയാണ്. ഒരു യുവാവിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ അവസാനം വളരെ ദൂരെയാണെങ്കിൽ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരാളെ സംബന്ധിച്ച് അത് വളരെ സമയം കുറച്ചേ ഉള്ളൂ എന്നറിയാം. അത് പരമാവധി ക്രിയേറ്റീവ് ആക്കുക, സർഗാത്മകമാക്കുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ ഇതാണ് ഈ 3 കൂട്ടരെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ്? ജൈവികമായ ചോദനകളെ മാത്രം പിന്തുടരുന്ന ആ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇൻസെക്റ്റുകളുടെ പരീക്ഷണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സർക്കുലാർ പ്രോസഷൻ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. സർക്കുലാർ പ്രോസഷൻ എക്സ്പെരിമെൻറ്റിനെ ഒരു കാറ്റർപില്ലറിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നത് പോലെ മനുഷ്യനും അവൻ്റെ ഫിറമോണുകളുടെ പിന്നാലെ പോയി ഒരു ജീവിതം മുഴുവൻ പൂർത്തിയാകുമ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കുക? ഒരു വഴി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്വധർമ്മത്തെ മുറുകെ പിടിക്കുക. പക്ഷെ അത് മാത്രം പോരാ. പരമേ ബ്രഹ്മണി കോപിനസക്തഃ എന്ന് പറയുമ്പോൾ പരമമായ ബ്രഹ്മചിന്തനത്തിൽ നമുക്ക് മുഴുകാൻ ഇത്രമാത്രം പോരാ. അതിനെന്തു വേണം? അതിന് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് തൊട്ട് അടുത്ത ശ്ലോകം നമ്മളോട് പറയുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് പരിചയപ്പെടാം. അടുത്ത ശ്ലോകം എന്താണ് പറയുന്നത്? 8ാമത്തെ ശ്ലോകം പറയുന്നു, കാതേ കാന്ത കസ്തേ പുത്ര സംസാരം ഓയം അതീവ വിചിത്ര, അയം സംസാരം അതീവ വിചിത്ര, കസ്യത്വം ക കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. കാതേ കാന്ത കസ്തേ പുത്ര ചോദിക്കുകയാണ്, ആരാണ് നിന്റെ ഭാര്യ? അതായത് പരമേ ബ്രഹ്മണി, ഈ പരമമായ ബ്രഹ്മത്തിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ആരാണ് നിന്റെ ഭാര്യ? കാതേ കാന്ത കസ്തേ പുത്ര, ആരാണ് നിന്റെ പുത്രൻ? സംസാരോയം അതീവ വിചിത്ര, ഈ ലോകം എന്ന് പറയുന്നത് അതീവ വിചിത്രമായിരിക്കുന്നു. കസ്യത്വം ക കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു? നീ ആരുടേതാണ്? ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കൂ സഹോദര. ഇവിടെ നമ്മളെ വിളിച്ചിരിക്കുന്നത് സഹോദര, ഭ്രാത എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഭ്രാത. അപ്പം ഇതാണ് ആ വഴി.
പരമമായ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കും എന്ന് നമ്മൾ ശങ്കിച്ച് നിൽക്കുകയാണെങ്കിൽ കൃത്യമായ സ്പഷ്ടമായിട്ട് പറയുന്നു. നിങ്ങൾ പോയി സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ജീവിതത്തിലെ ഏത് ധർമ്മം ചെയ്യുവാണെങ്കിലും, ഏത് കർമ്മം ചെയ്യുവാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും അതൊന്നും കൈവിടാതെ തന്നെ നിങ്ങൾക്ക് ഈ അന്ധമായിട്ടുള്ള ഈ വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? കിട്ടുന്ന സമയങ്ങളിൽ, അതല്ലെങ്കിൽ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. മെത്തഡോളജിയാണിത്. ഇതൊരു തോട്ട് പ്രോസസ്സാണിത്. എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരാണ്. എന്ത് ചിന്തിക്കണമെന്നുള്ളതിനേക്കാൾ ഏറെ എങ്ങനെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുക, എങ്ങനെയാണ് നിങ്ങളൊരു ദാർശനികനാവുക, എന്നുവെച്ചാൽ ദർശിക്കുന്ന ആളാവുക. ഇതിനേക്കുള്ള ഒരു ഗൈഡാണ് ഈ ഒറ്റ ശ്ലോകം. എന്താണ് പറയുന്നത്? ആദ്യത്തെ ആ സെഗ്മെൻറ്റ് നമുക്കിതിനെ 3 സെഗ്മെൻ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ സെഗ്മെൻറ്റിലുള്ളത് 2 ചോദ്യങ്ങളാണ്. എന്താണ്? കാതേ കാന്ത കസ്തേ പുത്ര. ആരാണ് നിൻ്റെ ഭാര്യ, ആരാണ് നിൻ്റെ മക്കൾ അല്ലെങ്കിൽ പുത്രൻ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ശ്ലോകങ്ങളുടെ ഒരു വിപുലീകരണം മാത്രമാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ മുറുകെ പിടിച്ചൊരു പോയിന്റ് എന്തായിരുന്നു? മനുഷ്യൻ എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യൻ്റെ യാത്ര ഏകാന്തമാണ്. ആത്യന്തികമായി ഒരു മനുഷ്യൻ്റെ യാത്ര തനിച്ചുള്ളതാണ്. നമ്മൾ ഈ ഏകാന്തതയെ പൂർണ്ണമായും സ്വീകരിക്കണം. ഏകാന്തതയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മനുഷ്യരെ നമ്മളിൽ നിന്നും കൊത്തി അകറ്റുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഭാര്യ വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം, മാതാപിതാക്കൾ, എല്ലാ ബന്ധങ്ങളും അവിടെ തന്നെ നിൽക്കണം. അതിനെ ഭൗതികമായിട്ട് തട്ടി തകർത്തിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ അതവിടെ ഉള്ളപ്പോൾ പോലും അത് എന്താണ്? 2 മനുഷ്യർക്കിടയിൽ പൂർണ്ണമായ ലയം സാധ്യമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്തുകൊണ്ട്? 2 ജീവന്മാർ അനാദിയാണ്. ഇവർക്ക് പൊതുവായിട്ടുള്ളൊരു സ്രോതസ്സിൽ നിന്നല്ല അവർ വരുന്നത്. ട്രെയിനിൻ്റെ പാളം പോലെ സമാന്തരമായ ജീവിതമാണ് 2 ജീവന്മാർക്കുള്ളത്. അവർക്ക് തമ്മിൽ ലയിക്കാൻ സാധിക്കില്ല. അവർക്ക് തമ്മിൽ പരസ്പരം സൗഹൃദമുണ്ടാക്കാം, അവർക്ക് പരസ്പരം പിന്തുണയ്ക്കാം, പരസ്പരം സപ്പോർട്ട് ചെയ്യാം, പരസ്പരം പൂരിപ്പിക്കാം, പരസ്പരം സമ്പന്നമാക്കാം, എൻറിച്ച് ചെയ്യാം, പരസ്പരം എൻലൈറ്റൻ വരെ ചെയ്യാം. അത്രയും അവർക്ക് പറ്റും. പരസ്പരം എല്ലാം നമ്മളുടെ ഇമോഷണൽ സപ്പോർട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കലും ഇതെല്ലാം സാധിക്കും. പക്ഷേ പരമമായ ലയം പുറത്തല്ല നടക്കുന്നത്. നമുക്ക് നമ്മളിലേക്ക് മാത്രമേ, നമ്മുടെ അകത്തൊരു ലോകത്തേക്ക് മാത്രമേ നമുക്ക് വിലയിക്കാൻ സാധിക്കൂ. ആത്യന്തികമായ അഭയം എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളുടെ മാത്രം ഈ ഒരു വക്ഷസിലെ നമുക്ക് എന്ത് തല ചായ്ക്കാൻ പറ്റൂ? ആത്യന്തികമായി പരമമായ നമ്മുടെ അഭയം എന്ന് പറയുന്നത് നമ്മളിലേക്കുള്ള പിന്മടക്കമാണ്. കാര്യം എന്താണ്? അത് നമുക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ശ്രീകോവിലിന് സമാനമായിട്ടുള്ള ഒരിടമാണ്. നമുക്ക് മാത്രം കടന്നു ചെല്ലാവുന്നത്. പക്ഷേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നത് ഏകാന്തതയാണ്. അത് പാടില്ല. ആധ്യാത്മിക പരിപ്രേക്ഷ്യത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കേണ്ടത് അനിവാര്യമാണ്. എത്ര തന്നെ ജീവിതം നമുക്ക് തിരക്കാർന്നതാണെങ്കിലും, എത്രമാത്രം നമുക്ക് ചുറ്റും ബന്ധുക്കളും ജനങ്ങളും ഉണ്ടെങ്കിലും തനിച്ചിരിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഞാനിത് വിചാരിച്ചു, ഇത് ഒരു പൗരാണികമായ ഭാരതീയമായ ഒരു ദർശനമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കെവിൻ സ്പേസി എന്നോ മറ്റോ പേരുള്ള, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഒരു ആധുനിക ചിന്തകനുണ്ട്. അമേരിക്കയിലുണ്ടായിരുന്ന, ഈ അടുത്ത കാലത്തും കണ്ട് അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ അമേരിക്കയെ പിടിച്ച് കുലുക്കിയ ഒരു ദാർശനികനാണ് അദ്ദേഹം. ഒരു മോട്ടിവേഷണൽ ദാർശനികനാണ്. മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന ചിന്തകൾ, ധാരാളം മൗലിക ചിന്തകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് നമ്മുടെ ഗ്രൂപ്പിൽ പിന്നീട് ഞാനിടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുമായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്കുള്ള ഏത് പ്രശ്നവും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉടൻ തന്നെ
ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നിങ്ങൾ സിനിമ കാണുന്നു, നിങ്ങൾ മദ്യപിക്കുന്നു, നിങ്ങൾ ബോധം മറയുന്ന രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നു, നിങ്ങൾ യാത്ര പോകുന്നു. ഒന്നുമല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ അടുത്ത എന്ത് ചെയ്യണമെന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു വെസ്റ്റേൺ എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അത് നമ്മുടെ ഉള്ളിൽ നിന്നേ അതിനുള്ള ഉത്തരം ഉയർന്നു വരൂ. അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണം. അദ്ദേഹം പറയാം, ഇതാണത്ര ഏറ്റവും വലിയ ആശയം. അദ്ദേഹം പറയാം, ഇതിനപ്പുറത്തേക്ക് ഒരു ട്രബിൾ ഷൂട്ടിംഗ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. അദ്ദേഹം പറയുന്നത് ഒന്നും ചെയ്യാതെ 2 മണിക്കൂർ നമ്മൾ തനിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാതെ. നമ്മൾക്ക് ഡിസ്ട്രാക്ഷനായിട്ട് പുസ്തകം കൊണ്ടുപോകാൻ സാധിക്കില്ല, നോട്ട്ബുക്ക് എഴുതാൻ കൊണ്ടുപോകാൻ സാധിക്കില്ല, മൊബൈൽ പറ്റില്ല, നമ്മുടെ വാച്ച്, സ്മാർട്ട് വാച്ച് ഒന്നുമില്ല. നത്തിങ് അറ്റ് ഓൾ. നോ കമ്മ്യൂണിക്കേഷൻ. ഒന്നുമില്ലാതെ പണ്ട് ഋഷിമാർ ചെയ്തിരുന്നത് പോലെ ഒറ്റ ഇരിപ്പിരിക്കുക ഏകാന്തമായ ഒരിടത്ത്. ഇനി ഏകാന്തത കിട്ടിയില്ലെങ്കിൽ വാതിൽ അടച്ചു വയ്ക്കുക. അടുത്ത 2 മണിക്കൂർ നേരത്തേക്ക് ആരും എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുക. അബ്സല്യൂട്ട് ലോൺലിനെസ്സിൽ ഇരിക്കുക, ഒറ്റ ഇരിപ്പിരിക്കുക. നമ്മളെ വന്ന് മൂടും. എന്ത്? വിരസത നമ്മളെ വന്ന് മൂടും. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കരുത്. അവിടെ ഇരിക്കുക. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലൊന്നും നോക്കരുത്. നമ്മുടെ പരമാവധി ഡിസ്ട്രാക്ഷൻ കുറച്ച് പണ്ട് ഋഷിമാരിരുന്ന പോലെ ഇരിക്കുക. അപ്പോഴാണ് നമ്മളുടെ സൊല്യൂഷൻ വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, വന്നിരിക്കും. 99% കേസുകളും വിജയിച്ചിട്ടുണ്ട് ഈ ഒരു മെത്തേഡിലൂടെ. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നിർദ്ദേശം എത്തും. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള നിങ്ങളുടെ സമസ്യയ്ക്കുള്ള ഒരു ഉത്തരം, അത് ശരിയായിട്ട് നമ്മുടെ മനസ്സിനെ നീറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം അപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അതെവിടെ നിന്ന് വരുന്നു? അദ്ദേഹത്തിന് അതിൻ്റെ സോഴ്സ് അറിയില്ല. ആ സോഴ്സാണ് നമ്മുടെ ഏകാന്തത. നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണത്. മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ആ ഏകാന്തത. ആ ഏകാന്തതയെ തുറന്നു എന്നുള്ളതാണ്, ആ ഏകാന്തതയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം കണ്ടെത്തിയ ഒരു പരിഹാര നിർദ്ദേശം. അദ്ദേഹം പോലും അറിയാതെ വളരെ പ്രാചീനമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് അവിടെ അനാവൃതമായത്. അപ്പം ആരാണ് ഭാര്യ, ആരാണ് നിൻ്റെ കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പം ഭാര്യയെ തള്ളിക്കളയുക അല്ലെ കുട്ടികളെ തള്ളിക്കളയുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പകരം അൾട്ടിമേറ്റ്ലി മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഏകാന്തതയുണ്ട്. ആ ഏകാന്തതയെ നിങ്ങൾ മറന്നു പോകല്ലേ എന്നാണ് പറയുന്നത്. നമ്മൾ അതുമായിട്ട് ഫൈറ്റിലാണ്. നമ്മൾ ഏത് പ്രകാരവും അത് ഉപേക്ഷിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശസ്തമായ സിനിമയില്ലേ, കാസ്റ്റവേ എന്ന് പറയുന്ന ടോം ഹാങ്സിൻ്റെ പ്രശസ്തമായൊരു സിനിമയുണ്ട്. അതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു വിമാനാപകടത്തിൽ വിമാനം കടലിൽ തകർന്ന് വീണിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെടും. ഈ പറയുന്ന ടോം ഹാങ്സിൻ്റെ കഥാപാത്രം രക്ഷപ്പെട്ട് അയാൾ നീന്തി ഒരു ഏകാന്തമായ ദ്വീപിലെത്തും. ആ ദ്വീപിൽ വർഷങ്ങളോളം അദ്ദേഹത്തിന് താമസിക്കേണ്ടി വരും. അദ്ദേഹം ഇന്നുവരെ ഏകാന്തതയെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ഫോഴ്സ്ഡാണ്. ഒരു ജീവി അവിടെ ഇല്ല. കുറച്ച് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ അവിടെ. ജീവികൾ പോലുമില്ല, പക്ഷികൾ പോലുമില്ല. അവിടെ ഇരിക്കുക. മീനുകളുണ്ട്, കടലിൽ മീനുകളുണ്ടെന്നല്ലാതെ വേറൊരു ജീവിയില്ല. അങ്ങനെ കടൽ തീരത്ത് പെട്ടുപോകുന്ന ആ മനുഷ്യൻ തൻ്റെ ഏകാന്തത, തൻ്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയെത്തി. അദ്ദേഹം ഭക്ഷണമൊക്കെ കണ്ടെത്തി, പക്ഷേ ഈ ഏകാന്തതയ്ക്കൊരു പരിഹാരമില്ല. ഒടുവിൽ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ആ തകർന്നു വീണ വിമാനത്തിലുണ്ടായിരുന്ന ഒരു ബോളുണ്ട്, ഒരു ഫുട്ബോൾ പോലൊരു ബാസ്ക്കറ്റ് ബോൾ എന്തോ ഉണ്ട്. ആ ബാസ്ക്കറ്റ് ബോൾ എടുത്ത് തൻ്റെ മുറിഞ്ഞ കയ്യിലെ ചോര കൊണ്ട് കണ്ണും പുരികവും മൂക്കും ചുണ്ടും വരച്ചിട്ട് അതിനൊരു മനുഷ്യൻ്റെ മുഖം പോലെ ആക്കിയിട്ട് ഒരു കമ്പിൽ നാട്ടി അവിടെ വെക്കുകയാണ്. എന്നിട്ട് അതിനൊരു പേരും ഇട്ടു, വിൽസൺ എന്ന് പേരും ഇട്ടു. പിന്നീട് ഈ വിൽസണുമായിട്ടാണ് സംസാരം. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ ഉള്ളിലെ ഏകാന്തതയിൽ നിന്ന് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടി രക്ഷപ്പെടുവാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ പറ്റൂ. പക്ഷെ അവിടെയാണ് നമ്മുടെ ഭാരതീയ പരിപ്രേക്ഷ്യം പറയുന്നത്, നിങ്ങൾ ഇരിക്കൂ, നിങ്ങളിരുന്ന് നിങ്ങൾ ഒരു ധ്യാനവും സംഭവിച്ചില്ലെങ്കിൽ ഇരിക്കൂ, ഏകാന്തമായിട്ടിരിക്കുക. ധ്യാനം താനേ വരും. ധ്യാനം
നമ്മളിലേക്ക് താനേ വരും. നിങ്ങൾ അതിനുള്ള പരിതസ്ഥിതി ഒരുക്ക്. ഒരിടത്ത് പോയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുക. അതാണ് ഏറ്റവും ഡിഫിക്കൽറ്റി. രമണ മഹർഷിയൊക്കെ പറയത്തില്ലേ, സുമ്മാ ഇര്. ഇത് ഏറ്റവും വലിയ ധ്യാന രീതിയാണ്. സുമ്മാ ഇരിക്കാം, വെറുതെ ഇരുന്നാൽ മതി, അത് വരും. അപ്പം അങ്ങനെ ഒന്ന് പിടിച്ചിരുത്താനാണ് ഋഷിമാർ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം വിൽസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യ കോലം സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളിലും ചെങ്ങാടം ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കും. എല്ലാ ശ്രമങ്ങളിലും ഈ വിൽസണേയും കൂടെ കരുതും. ഒന്ന് ആലോചിച്ച് നോക്ക്. വിൽസണോട് സംസാരിച്ചുകൊണ്ടാണ് ചെങ്ങാടം തുഴഞ്ഞു പോണത്. ഒരിക്കൽ ചെങ്ങാടം ഈ കാറ്റിലും കോളിലും പെട്ട് ഈ ചെങ്ങാടം തകർന്നിട്ട് ഈ വിൽസൺ ഒഴുകി പോവുകയാണ്. ഇയാൾ നെഞ്ചു പൊട്ടിയാണ് കരയുന്നത്. വിൽസൺ വിൽസൺ എന്ന് പറഞ്ഞിട്ട് നെഞ്ചു പൊട്ടി കരയും വെള്ളത്തിൽ കിടന്ന്. വിൽസൺ അങ്ങനെ ഒഴുകി 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 പോകും. ഇവൻ നമുക്ക് പോലും വിഷമം തോന്നും. ഒഴുകിപ്പോയതൊരു ബോളാണ്, ഉപയോഗശൂന്യമായൊരു ബോളാണ്. പക്ഷെ ആ ബോളിൽ നിന്നൊക്കെ മാറി അതൊരു മനുഷ്യനായി മാറി. ഇയാൾ അതിനൊരു ജീവൻ കൊടുത്തു, ഇല്ലേ? പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് പോലെ ഇയാൾ അതിലേക്കൊരു തൻ്റെ തന്നെ പ്രാണനെ അവിടേക്ക് കൊടുത്ത്, അതിന് ജീവൻ കൊടുത്ത് അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം അത് പോയപ്പോൾ ഇയാൾ തകർന്ന് കൊളാപ്സ് ചെയ്തു. പക്ഷെ അതും എടുത്തുകൊണ്ട് പോയി, നിർദ്ദയം എടുത്തുകൊണ്ട് പോയി തിരകൾ. അബ്സല്യൂട്ട് ലോൺലിനെസ്. അത് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാതെ പറ്റില്ല. ഒരു വിൽസണും നമ്മളെ രക്ഷിക്കില്ല. അത് മാത്രമല്ല, അതൊരു ശിക്ഷയല്ലല്ലോ. ആ ഏകാന്തത എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യർ വാർദ്ധക്യത്തിൽ ഏകാന്തതയാണ് അവരുടെയൊക്കെ പ്രശ്നം. വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരുടെ പ്രശ്നം ഏകാന്തതയാണ്. പുറം നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 40 വയസ്സോടുകൂടി തന്നെ മനുഷ്യരൊക്കെ ഏകാന്തതയിലേക്ക് പോകും. അവരുടെ എല്ലാം പ്രശ്നം ഏകാന്തതയാണ്. പക്ഷെ ഇതൊരു പ്രശ്നമേ അല്ല, ഇതൊരു പ്രശ്നമല്ല, ഇതൊരു അനുഗ്രഹമാണ് പ്രകൃതിയുടെ. നമ്മുടെ ഉള്ളിൽ നമ്മുടേത് മാത്രമായ ഒരു ഇടമുണ്ട്. ആ ഇടത്തെ കണ്ടെത്തൂ, അതിനെ വരിക്കൂ, അതിനെ അക്സെപ്റ്റ് ചെയ്യൂ, അവിടെ ഇരിക്കാൻ പഠിക്കൂ, അതിനോടൊത്ത് കുറച്ച് നേരം ഇരിക്കൂ. എല്ലാം മാറ്റിവെച്ച് സ്റ്റില്ലായിട്ടിരിക്കുക. നമ്മളുടേതായ ഇടത്തെ പരിചയപ്പെടും. ഇത്രയേ ഉള്ളൂ കാതേ കാന്ത കസ്തേ പുത്ര എന്നുള്ള ചോദ്യം. അതല്ലാതെ ഭാര്യയോടും മക്കളോടുമുള്ള യുദ്ധപ്രഖ്യാപനമൊന്നുമല്ല അത്. ഇപ്പം എഴുത്തച്ഛനും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. എഴുത്തച്ഛൻ എന്തായിരുന്നു പറഞ്ഞത്? പാന്തർ പെരുവഴി അമ്പലം തന്നില്ലേ, അല്ലേ? നമ്മൾ സത്രത്തിൽ കണ്ടുമുട്ടുന്ന കുറേ മനുഷ്യർ. അവർ ഒരു രാത്രി ഒരുമിച്ച് കിടക്കുന്നു, വർത്തമാനം പറയുന്നു, പിറ്റേ ദിവസം നേരം വെളുക്കുന്നു, കുളിച്ച് ഭക്ഷണം കഴിച്ച് അവർ നാല് വഴിക്ക് പിരിഞ്ഞു പോകുന്നു. ഇതുപോലെയാണത്രേ ഭൗതിക ജീവിതം. നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും. അദ്ദേഹം പറയുന്നുണ്ട്, നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഞാനൊരു പുഴയുടെ തീരത്താണ് ജനിച്ചതും വളർന്നത്, മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് ജനിച്ചതും വളർന്നത്. ഞാനിത് കണ്ടിട്ടുണ്ട്. പായലുകൾ തമ്മിൽ കൂട്ടിച്ചേരും, ഒഴുകിപ്പോകുന്ന പലതരം പായലുകൾ തമ്മിൽ കൂടിച്ചേരും. കുറച്ച് കഴിയുമ്പോൾ ഈ പായലുകൾ രണ്ടായി തീരും, അവർ പിരിഞ്ഞു പോകും. ഇത് ഞാൻ കുറേ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം 10ാം ക്ലാസ്സിൽ എഴുത്തച്ഛൻ്റെ ഈ പാട്ട്, ഈ എഴുത്തച്ഛൻ്റെ ഈ ലക്ഷ്മണ ഉപദേശം പഠിക്കുമ്പോൾ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പായലുകളുടെ ഇമേജാണ് മനസ്സിലേക്ക് വന്നത്. ഗംഭീരമായിട്ടുള്ള ഇമേജുകളാണ് ആ ലക്ഷ്മണ ഉപദേശത്തിലുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബന്ധങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പരസ്പരമുള്ള ലയം അവിടെയില്ല. ലയം എന്ന് പറയുന്നത്, നമ്മുടെ അഭയം എന്ന് പറയുന്നത്, യഥാർത്ഥ അഭയം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് നമുക്ക് ലയിക്കാൻ പറ്റും. നമ്മുടെ തന്നെ സ്രോതസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിലൂടെ പരമേ ബ്രഹ്മണി, അല്ലേ, പരമാർത്ഥ ചിന്തനത്തിൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കണം? എൻ്റെ ഏകാന്തതയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. അതിന് എൻ്റെ ഈ ബന്ധങ്ങളുടെ താൽക്കാലികതയെ, ഈ ബന്ധങ്ങളുടെ ക്ഷണികതയെ, ഈ ബന്ധങ്ങളുടെ ഭൗതികമായ നിലനിൽപ്പിനെ പറ്റി എനിക്ക് കൃത്യമായ അവബോധമുണ്ടാകണം. ഇത് ഭൗതികമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. ഭൗതികമായിട്ട് തന്നെ പിരിയേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണമെന്ന് അർത്ഥം. അടുത്ത ചോദ്യം എന്താണ്? കസ്യത്വം, നീ ആരുടേതാണ്? ഇവിടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന മനുഷ്യരിൽ നിന്ന് ഇനി നമ്മളിലേക്ക് വരുവാണ്. തൊട്ട് മുമ്പിലുള്ളവരാണ് ഈ ഭാര്യയും മക്കൾ എന്ന് പറഞ്ഞെങ്കിലും സകലമാന മനുഷ്യരും, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ഈ ചോദ്യത്തിന് ഉള്ളിൽ വരും. അടുത്തത് ആചാര്യസ്വാമികൾ ചോദിക്കുകയാണ്, പരമാർത്ഥ ചിന്തന എന്താണെന്ന് പഠിപ്പിക്കുകയാണേ. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? കസ്യത്വം.
നിങ്ങൾ ആരുടേതാണെന്ന് ചിന്തിക്കൂ. അവർ ആരാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ ആരുടേതാണ് എന്ന് ചിന്തിക്കൂ. പിന്നെ ത്വം കഹ, നിങ്ങൾ ആരാണെന്ന് ചിന്തിക്കൂ. അല്ലെ, ഹു ആം ഐ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, പ്രശസ്തമായിട്ടുള്ള ചോദ്യം, ഞാൻ ആരാണ് എന്നുള്ളത്. അതാണ് ത്വം കഹ, നിങ്ങൾ ആരാണെന്ന് ചിന്തിക്കൂ. ഇതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ ഭയപ്പാട് കൂടാതെ സ്വീകരിക്കണം. ഇത് നമുക്ക് അതിശക്തമായൊരു ഫൗണ്ടേഷൻ തരും, അതിശക്തമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തരും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, ഗംഭീരമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പക്ഷെ ആ സ്നേഹിക്കുന്നത് നമ്മുടെ തന്നെ ഈ അസ്തിത്വത്തിൽ നിന്നുകൊണ്ടായിരിക്കും, നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കരുത്. വ്യക്തിത്വം ഏത് നിമിഷവും ഊർന്നു പോകാം, ഏത് നിമിഷവും നമുക്ക് നഷ്ടപ്പെടാം. പക്ഷെ നമ്മുടെ അസ്തിത്വം പാറ പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പാറയുടെ മുകളിൽ ഭവനം പണിയണം എന്ന് പറയുന്നത്. ഒരിക്കലും മണലിൻ്റെ പുറത്ത് വീട് പണിയരുത്. പിന്നെയോ പാറപ്പുറത്ത് വേണം ഭവനം പണിയാൻ. മണൽ എപ്പോൾ വേണമെങ്കിലും കാറ്റടിച്ചു പോകാം, വെള്ളത്തിൽ ഒലിച്ചു പോകാം. പക്ഷേ പാറയുടെ മുകളിൽ പണിതുയർത്തിയ ഭവനം ഭൂമികുലുക്കങ്ങളെ അതിജീവിക്കുന്നു. അപ്പോൾ എന്താണ് പാറ എന്ന് പറയുന്നത്? നമ്മുടെ തന്നെ ഉള്ളിലെ അസ്തിത്വമാണത്, വ്യക്തിത്വത്തിനപ്പുറമുള്ള ഒരു അസ്തിത്വം. അതാണ് ഈ ത്വം കഹ എന്നുള്ള ചോദ്യം. ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ രമണ മഹർഷിയുടെ ചോദ്യം അത്. ഈ രമണ മഹർഷിയുടെ അടുത്ത് നമ്മൾ എന്ത് സംശയമായിട്ട് ചെന്നാലും ഈ സംശയം ആർക്കാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ചോദിക്കുന്ന ആളാരാണെന്ന് ചിന്തിച്ചു നോക്കൂ എന്നേ പറയുള്ളൂ. അത് പറഞ്ഞിട്ടേ നമ്മൾ ചോദിച്ചതിനുള്ള സമാധാനം വരുവാണെങ്കിൽ വരുള്ളൂ. പക്ഷെ എല്ലാ ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു സിൽവർ ബുള്ളറ്റാണത്, ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ. അത് പക്ഷേ കൃത്യമായിട്ട് ഭേദിച്ചിരിക്കും. അതിതാണ് ഹു ആർ യു. ഈ ചോദിക്കുന്ന നിങ്ങളാരാണ്? ഈ സുഖം അന്വേഷിക്കുന്ന നിങ്ങളാരാണ്? അല്ലെങ്കിൽ ഈ ദുഃഖിക്കുന്ന നിങ്ങളാരാണ്? ഈ മത്സരബുദ്ധി അനുഭവിക്കുന്ന നിങ്ങളാരാണ്? ഈ അഭിമാനം വ്രണപ്പെട്ടു പോയ നിങ്ങളാരാണ്? നിരാശയിൽ വീണുപോയ നിങ്ങളാരാണ്? ആരാണ് ആരാണ് ആരാണ്? ഈ ചോദ്യം ത്വം കഹ, ഗംഭീരമായ ചോദ്യമാണത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഹു ആം ഐ എന്ന് പറഞ്ഞിട്ട്. അടുത്ത ചോദ്യം കുത ആയാത, എവിടെ നിന്ന് വന്നു? നല്ല ചിന്തിക്കാൻ പറ്റിയ ഗംഭീരമായൊരാശയമാണ്. നാം എവിടെ നിന്ന് വരുന്നു? അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു എന്നാണെങ്കിൽ അത് വളരെ ചുരുങ്ങിപ്പോയി. അതിനു മുമ്പ് നമുക്ക് ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്. റിഗ്രഷൻ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? റിഗ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ സാധാരണ സൈക്കോ അനാലിസിസ് എന്താണ് ചെയ്യുന്നത്? സൈക്കോ അനാലിസിസ് നമ്മുടെ കുട്ടിക്കാലം വരെ പോയിട്ട് കുട്ടിക്കാലത്ത് നടന്ന നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം തേടലാണ് സൈക്കോ അനാലിസിസ്. പക്ഷേ റിഗ്രഷൻ തെറാപ്പി എന്താണ്? മുൻജന്മങ്ങളിലേക്ക് പോകും, അല്ലേ? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡ്ഢരേ ശയനം. നമ്മൾക്ക് ഒരുപാട് ജന്മാന്തരങ്ങളുണ്ട്. നമുക്ക് ഓർമ്മിച്ചെടുത്താൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ മനസ്സിലെ ചില ഇമേജുകൾ ഈ ജന്മത്തിലുള്ളതല്ല. എനിക്കങ്ങനെയുണ്ട്, അത് തികച്ചും വൈയക്തികമായതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഉള്ളിലുള്ള കുട്ടിക്കാലം മുതലുള്ള ഈ ചില ഇമേജുകൾ ഈ ജന്മത്തിൽ നിന്ന് കിട്ടിയതേ അല്ല. ഇത് എവിടുന്ന് വരുന്നു? ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടും. ഞാനിത് ചിന്തിക്കാറുണ്ട്, ഇത് എവിടെ നിന്ന്. പിന്നീട് എനിക്ക് പല പുസ്തകങ്ങളും വായിച്ചപ്പോൾ കണക്ഷൻ കിട്ടി. ചില അപൂർവ പുസ്തകങ്ങളിൽ വായിക്കുമ്പോഴാണ് ഈ ഇമേജുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഈ ഇമേജുകൾ എവിടെയാണ് നടക്കുക? സാധാരണ നമ്മളൊരു സ്വപ്നം കാണണമെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഇമേജ് വരണമെങ്കിലും നമുക്ക് മുൻപുണ്ടായ അനുഭവങ്ങളെ വെച്ചിട്ടാണല്ലോ വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന സ്വപ്നങ്ങളെ അധികവും ഏറെയും എന്താണ്? നമ്മുടെ ഓഫീസും നമ്മളുടെ പരിചയക്കാരും നമ്മളുടെ വീടും ഒക്കെ തന്നെയുള്ളൂ. നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ അച്ഛൻ, സുഹൃത്തുക്കൾ. അപ്പം നമുക്ക് പരിചിതമായൊരു ലോകമാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടിക്കാലത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലെ ചില ഇമേജുകൾ ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ അനുഭവിക്കാത്ത ഡയമെൻഷൻസ് എവിടുന്ന് വരുന്നു? അത് പിന്നീട് സ്വപ്നങ്ങളിൽ നിന്ന് അത് പോയാലും നമ്മുടെ മെമ്മറിയിൽ അതുണ്ടാവും. വലുതാകുമ്പോൾ നമ്മളിരുന്ന് ആലോചിക്കും, അതെവിടെ നിന്ന് വരുന്നു? ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതായിരുന്നു പ്രശ്നം. ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടും. നമ്മൾ ആ പ്രോപ്പറായിട്ട് നമ്മളുടെ ചിന്തകളെ നയിച്ചുകൊണ്ട് പോകാമെങ്കിൽ നമുക്കതിൻ്റെ കണക്ഷൻ കിട്ടും.
ഇപ്പം പറഞ്ഞു വന്നത് കുത ആയാത, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഫോം എന്താണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ മാറി മറിഞ്ഞോട്ടൊരു മിന്നൽ പിണർ പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എ ഫെയ്ഡിങ് സ്റ്റോറി, അല്ലേ? കവിതകളുണ്ട്. ഐ ആം എ ഫെയ്ഡിങ് സ്റ്റോറി, ഞാൻ എന്താണ്, മങ്ങിപ്പോകുന്ന ഒരു കഥയാണ്. നിങ്ങൾ എഴുതി മണലിൻ്റെ പുറത്തെഴുതിയ ഒരു കവിത മാത്രമാണ് ഞാൻ. മണൽപ്പുറത്തൊരു കവിത എഴുതി വെച്ചു, എത്ര നേരം നിൽക്കും അത്? ഒരു തിര വരുന്നവരെ, കൂടിപ്പോയാൽ കാറ്റ് വന്ന് അതിനെ മൂടുന്നത് വരെ. അതുപോലെ ഒരു ഫെയ്ഡിങ് സ്റ്റോറിയാണ്. വിഷാദമായി തോന്നും, പക്ഷേ അത് ക്ഷണികതയാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ അത് ആനന്ദമാണ്. കാര്യം ക്ഷണികമായതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തെ ആനന്ദമാക്കേണ്ടത്. ആനന്ദവും ക്ഷണികതയും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ക്ഷണികമായൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ദുഃഖിക്കരുത്. പിന്നെ നമ്മുടെ ദുഃഖങ്ങൾ പോലും ക്ഷണികമാണ്, നമ്മുടെ പ്രശ്നങ്ങളും ക്ഷണികമാണ്. അതുകൊണ്ട് റിജോയ്സ്, റിനൗൺസ് ആൻഡ് റിജോയ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വായിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സന്യാസ യോഗമാണ്. സന്യാസ യോഗത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്താണ്? റിനൗൺസ് ആൻഡ് റിജോയ്സ് ആണ്. റിനൗൺസ് ചെയ്യുന്നവനെ റിജോയ്സ് ചെയ്യാൻ പറ്റൂ. നല്ല ആശയമാണ്. ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പരമമായ ബ്രഹ്മചിന്തനത്തിന് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞിരിക്കുന്നത്? അയം സംസാരഃ അതീവ വിചിത്ര. ഈ സംസാരം അതീവ വിചിത്രമായിരിക്കുന്നു. എന്താണ് വിചിത്രത? എന്താണ് ഇത്? വേറൊന്നുമല്ല, ഇതൊരു ആശ്ചര്യമാണ്. ഈ ഒരു ആശ്ചര്യഭാവം നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ എല്ലാ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായ അറിവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? സാധാരണവൽക്കരിക്കരുത്. ഇപ്പോൾ ഒരു പ്രഭാതം കാണുന്നു. ഒരു പ്രഭാതം കാണുമ്പോൾ അത് പ്രഭാതമല്ല, മറിച്ച് ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ള സയൻസ് കൊണ്ട് നമ്മളൊരിക്കലും അതിനെ മറയ്ക്കാൻ ശ്രമിക്കരുത്. മെനി മാസ്റ്റേഴ്സ് മെനി ലൈവ്സ് അങ്ങനെ ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തെ നമ്മൾ ഒരു വാവ് ഫാക്ടർ നമുക്കുണ്ടാവണം. നമ്മൾ ജീവിതത്തെ ഒരു അത്ഭുതമായിട്ട് ഗണിക്കണം. വിചിത്രത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പല പ്രകാരത്തിൽ ഉള്ള ചിത്രങ്ങൾ, പല പ്രകാരത്തിലുള്ള അനുഭവങ്ങൾ എന്നാണ് വിചിത്രം എന്നുള്ള വാക്കിനർത്ഥം. പല പ്രകാരത്തിലുള്ള രൂപങ്ങൾ, പല പ്രകാരത്തിലുള്ള നിറങ്ങൾ, പല പ്രകാരത്തിലുള്ള പ്രകാശങ്ങൾ. ഇത് മൂന്നുമാണ് നമ്മളുടെ ദൃശ്യ അനുഭവം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ആകൃതി, നിറം, വെളിച്ചം. അല്ലെങ്കിൽ വെളിച്ചം, ആകൃതി, നിറം. കണ്ണ് തുറന്ന് ഉള്ള ധ്യാനമാണ് കേട്ടോ ഇതും ധ്യാനമാണ്. നേരത്തെ കണ്ണടച്ചിട്ടുള്ള ധ്യാനമാണ് പറഞ്ഞതെങ്കിൽ അയം സംസാര അതീവ വിചിത്ര എന്ന് പറയുമ്പോൾ എന്തായി? ഈ സംസാരത്തെ കണ്ണു തുറന്ന് നോക്കിക്കണ്ടിട്ട് ഇതിൻ്റെ വൈചിത്രത്തെക്കുറിച്ച് ചിന്തിക്കൂ. പരമാർത്ഥ ചിന്തനമാണിത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് പരമേ ബ്രഹ്മണി എന്നുള്ള ചിന്തയാണിത്. അതിലുണ്ടാകുന്ന ആസക്തിയാണിത്. ഈ ലോകത്തെ നോക്കി നമുക്ക് ആശ്ചര്യപ്പെടണം. ഈ ലോകത്തിനെ നമ്മൾ പേരിടാതെ കാണണം. ഇപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു റോസാപ്പൂവിനെ റോസാപ്പൂവ് എന്ന് വിളിക്കുന്ന നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം നഷ്ടമായി എന്നാണ് പറയുന്നത്. ഒരു പേരിട്ട് വിളിക്കുന്ന നിമിഷം ആ അനുഭവമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. പകരം അതിനെ പേരിടാതെ കണ്ണുകൊണ്ട് വെറുതെ കാണുക, കണ്ണുകൊണ്ട് അതിനെ കുടിക്കുക, അതിനെ പാനം ചെയ്യുക. അതിൻ്റെ നിറങ്ങളെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മെഡിറ്റേഷൻ ഞാൻ പണ്ട് എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ കാണണം? നമ്മളൊരു കാഴ്ച കാണുമ്പോൾ 3 കാര്യങ്ങൾ കാണണം അത്രേ. 1 അതിൻ്റെ ആകൃതി, 2 അതിൻ്റെ നിറം. അല്ല, തിരിച്ചു ആകാം. ആദ്യം അതിൻ്റെ നിറത്തിലേക്ക്, പർട്ടിക്കുലർ നിറം, പേരിട്ടൊന്നും വിളിക്കണ്ട, പക്ഷെ ആ നിറത്തിലേക്ക് പോവുക, നിറത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നീട് അതിൻ്റെ ആകൃതിയിലേക്ക് ഫോക്കസ് ചെയ്യുക. രണ്ടും ഒരുമിച്ച് നടക്കും. പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ്? പ്രകാശമാണ് അതിനെ കാണിച്ചു തരുന്നത്. അതിൽ തട്ടി വരുന്നൊരു രശ്മി എൻ്റെ കണ്ണിൽ തട്ടുന്നത് കൊണ്ടാണ് എനിക്കത് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ണ് തുറന്ന് നമ്മൾ ധ്യാനിക്കണം. കണ്ണ് തുറന്ന് ഈ സംസാരത്തെ അനുഭവിക്കണം. ഒരിക്കൽ ഞാനൊരു ബീച്ചിൽ പോയിരിക്കുകയാണ്.
ഗംഭീരമായിട്ട് സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചക്രവാളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായൊരു ദൃശ്യം. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഒരു പുസ്തകവുമായിട്ട് ഞാനൊരു ചാരുബെഞ്ചിലിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് മുമ്പിലുള്ള റോഡ്, ഒരു പാർക്കിലിരുന്നാണ് കാണുന്നത്. പാർക്കിന് തൊട്ട് മുമ്പിലൊരു റോഡ് കഴിഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ പാർക്കിൻ്റെ ബെഞ്ചിലിരുന്ന് അസ്തമയം കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് മുമ്പിലേക്ക് ഒരു വലിയ കാറ് വന്നു നിന്നു. മെഴ്സിഡസ് ബെൻസോ അതുപോലെയുള്ള ഒരു കാറ്. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി കാറ് ലോക്ക് ചെയ്ത് ഇയാൾ കാറിനെ നോക്കി കുറച്ചു നേരം നിന്നിട്ട് നേരെ പോയി ബീച്ചിലിരുന്നു. ബീച്ചിലിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? സൂര്യന് പുറംതിരിഞ്ഞ് കാറിന് അഭിമുഖമായിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ കാറാണ്, മെഴ്സിഡസ് ബെൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ട് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ബീച്ചിൽ പോയിട്ട് തൊട്ടുപുറകിൽ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. അത് കാണാതെ സൂര്യന് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് തൻ്റെ പുതുപുത്തൻ കാറിന് അഭിമുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നിർനിമേഷനായിട്ട് തൻ്റെ കാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദൃശ്യം അവിടെ ഇരുന്ന് എനിക്കൊരു എന്തോ ഒരു വിരോധാഭാസം പോലെ തോന്നി. തൊട്ടുപുറകിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. 1000 ചിന്തകളും നമുക്ക് സമ്മാനിച്ചുകൊണ്ട്, 1000 ജീവിത സത്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട്, നാളെ ഒരു പ്രഭാതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട്, പ്രത്യാശ നൽകിക്കൊണ്ട്, ഉറപ്പ് നൽകിക്കൊണ്ട്, വാഗ്ദാനം നൽകിക്കൊണ്ട് അത് ഗംഭീരമായി കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ, ആ മനോഹരമായ വിചിത്രമായ ദൃശ്യം ഞാൻ ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായി അവഗണിച്ച് ഒരു ചെറിയ പാട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വസ്തുവിലേക്ക് നമ്മൾ കുടുങ്ങിപ്പോകുന്നു. അപ്പം കാണാൻ പഠിക്കണം, കണ്ണുകൊണ്ട് ധ്യാനിക്കാൻ പഠിക്കണം, കണ്ണടച്ചും ധ്യാനിക്കാൻ പഠിക്കണം. ഈ ഒരു കുഞ്ഞു ശ്ലോകത്തിൽ കണ്ണ് തുറന്നും കണ്ണടച്ചുമുള്ള ധ്യാനമുണ്ട്. അതിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ 3 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ ആരാണ് നിൻ്റെ ഭാര്യ, ആരാണ് നിൻ്റെ പുത്രൻ. 2ാം പാർട്ടിൽ നീ ആരുടേതാണ്, നീ ആരാണ്, നീ എവിടെ നിന്ന് വന്നു. 3ാമത്തെ ഭാഗം എന്താണ്? അയം സംസാരഃ അതീവ വിചിത്രഃ. ഈ 3 ധ്യാനങ്ങൾ നമ്മൾ കൊണ്ട് നടക്കണം. ഈ 3 ധ്യാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പരമാർത്ഥ ചിന്തനം. ഇവിടെ നമ്മൾ എന്തിനെ അതിലംഘിച്ചു? നമ്മുടെ ക്രീഡാസക്തിയെ നമ്മൾ അതിലംഘിച്ചു. ഇവിടെ നമ്മൾ തരുണീസക്തിയെ നമ്മൾ അതിലംഘിച്ചു. ചിന്താസക്തിയെയും, നമ്മളെ ചിതയ്ക്ക് തുല്യമായ ചിന്താസക്തിയെയും നമ്മൾ അതിലംഘിക്കുന്നു. പകരം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ആചാര്യസ്വാമികൾ പറയുന്ന പരമാർത്ഥത്തിൽ, പരമമായ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. പരമമായ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കും? ഇതാണ് ആ ചിന്ത. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ആരാണ് എൻ്റെ ഭാര്യ, ആരാണ് എൻ്റെ പുത്രൻ, ആരാണ് എൻ്റെ മാതാപിതാക്കൾ, ആരാണ് എൻ്റെ ബന്ധു. ഈ സംസാരം എത്ര മനോഹരമാണ്, ഈ സംസാരം എത്ര വിചിത്രമായ ഒരു അനുഭവമാണ്, എത്ര ആശ്ചര്യകരമായിട്ടുള്ളൊരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആവർത്തനങ്ങളേ ഇല്ല, സംസാരത്തിൽ ആവർത്തനങ്ങളില്ല. എല്ലാം നവമായ അനുഭവമാണ്. ഒരു പ്രഭാതവും നമുക്ക് ആവർത്തനമായി തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എല്ലാ ദിവസവും ഒരേപോലെ പ്രഭാതം മടുത്തു എന്നാരെങ്കിലും പറയുമോ? ആർക്കും പറയാൻ സാധിക്കില്ല. അതാണ് അനുഭവം. ആ അനുഭവം നവീനമാണ്. പ്രഭാതം എന്നുള്ള വാക്ക് മാത്രമാണ് പഴകിപ്പോയത്. പ്രഭാതം കൊണ്ടുവരുന്ന അനുഭവം നവമാണ്. അവിടെ ആവർത്തനങ്ങളില്ല. പ്രപഞ്ചം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. വിരസമായ ഒരു നിമിഷം പോലും അത് നമുക്ക് വെച്ച് നീട്ടുന്നില്ല. സദാ അത് രസത്തിലാണ്. ആ രസം നമ്മൾ അറിയണമെങ്കിൽ ധ്യാനം, പരമാർത്ഥ ചിന്തനം, നമ്മളുടെ ആ ഡെത്ത് റിങ്ങില്ലേ, മരണം വരെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്യസ് സർക്കിളില്ലേ, വിഷമവൃത്തമില്ലേ, അതിനെ ലംഘിക്കുക. അതിന് വൈയക്തികമായ അവബോധം ഉപയോഗിക്കുക. അതിനെ ലംഘിച്ച്, ആ ആൾക്കൂട്ട ബോധ നിലവാരത്തെ ലംഘിച്ച് നമ്മുടെ വൈയക്തികമായ അവബോധത്തെ തിരികെ പിടിച്ച് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുക. ആശ്ചര്യം. പുറത്തേക്ക് നോക്കിയാൽ ആശ്ചര്യം, അകത്തേക്ക് നോക്കിയാൽ കൃതജ്ഞത. ഇതാണ് ഈ സംസാരം. ഈ സംസാരത്തിൽ നമുക്ക് 2 വികാരങ്ങളാണ് ആത്മീയമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? പുറത്തേക്ക് നോക്കിയിട്ടുള്ള ആശ്ചര്യം, ഭഗവാന്റെ സൃഷ്ടിയാണിത്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയായി നൃത്തമാടുന്നത്. മഹാദേവൻ്റെ നൃത്തമാണ് ഈ പ്രപഞ്ചം. പുറത്തേക്ക് നോക്കുമ്പോൾ ആശ്ചര്യം അതാണ്. ഇനി അകത്തേക്ക് നോക്കുമ്പോഴോ കൃതജ്ഞത. ഈ ഒരു പ്രഭാതം കാണാൻ സാധിച്ചതിന്, ശ്വാസം എടുക്കാൻ സാധിച്ചതിന്,
ജീവിച്ചിരിക്കുന്നതിന്, ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾക്ക്, തുടിക്കുന്ന ഈ ഹൃദയത്തിന്, നൃത്തം ചെയ്യുന്ന എൻ്റെ കോശങ്ങൾക്ക് നന്ദി, സ്വസ്തി, സ്വസ്തി, സ്വസ്തി. പുറത്തേക്ക് നോക്കിയാൽ ആശ്ചര്യം, അകത്തേക്ക് നോക്കിയാൽ കൃതജ്ഞത. ഇതാണ് പരമമായ ബ്രഹ്മചിന്തനം. നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. ഇതിൽ നിന്നുണ്ടായ ചിന്തകളും ഇതിനോട് ചേർന്നുള്ള ചിന്തകളുമൊക്കെ നമുക്കിനി പങ്കുവയ്ക്കാം.